ട്രെയിനിങ് സമയത്ത് ട്രെയിനിയെ കാണാൻ വേണ്ടി പോയ ഒരു അച്ഛൻ ട്രെയിനിങ് കണ്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം വന്ന് അമ്മയോട് പറഞ്ഞതായിട്ടാണ് ഇന്ന് നമ്മുടെ മോൻ പഠിക്കണ ട്രെയിനിങ് കോളേജിൽ പോയടി, എന്തു വലിയൊരു ക്യാമ്പാണ് അത് കണ്ടു നമ്മ ഭയന്നു പോയി. സൂര്യൻ കാലത്ത് ഉദിക്കും മുമ്പേ ക്യാമ്പിനുള്ളിൽ കടന്നടി, കേക്കണ് ഒരു വലിയ കലപില കെട്ടിടത്തിൻ്റെ മുമ്പിലായി. നോക്കി നിന്നു ഞാൻ ഏറെ നേരം തോക്കെടുക്കണ കാഴ്ചകൾ, തോക്കും കൊണ്ടവർ ഉറുമ്പ് പോണ പോൽ വരി വരിയായി നീങ്ങണ്. പരന്നു കിടക്കണം വലിയ ഗ്രൗണ്ടിൽ നിരന്നു നിൽക്കണു തോക്കുമായി. വലതുഭാഗത്ത് ബനിയനിട്ടവർ, ഇടതുഭാഗത്തിടാത്തവർ. തോളു രണ്ടിലും സ്റ്റാർ വച്ചൊരു വലിയ സാറപ്പം വന്നടി, കേക്കണ് ഒരു വലിയ കയലുത്തു പേടിച്ചള്ളവ രണ്ടുപോയി. വലിയ സാറിന് മടക്കി പേപ്പർ ചെറിയ സാറ് കൊടുത്തപ്പം, വീണ്ടും കേട്ടൊരു വാങ്കുവിളിയിലു നിരന്നു നിന്നവരിളകണ്. ഓടണ് ചിലർ, ചാടണ് ചിലർ, ചാടി ചാടി കുത്തണ്. തൊട്ടു പിന്നിൽ സിക്കു ചെയ്തവർ ഞൊണ്ടി ഞൊണ്ടി നടക്കണ്. മൊട്ടത്തലയുള്ള വലിയൊരു കൂട്ടം ഒറ്റ നോട്ടത്തിൽ കരഞ്ഞു നമ്മുടെ മോനെ എങ്ങനെ കാണുവാൻ. ഞാറ് കാറ്റത്ത് വളഞ്ഞ പോലൊരു ഏട്ട് സാറിനെ കണ്ടടി, ആ സാറിനോടു ഞാൻ മോൻ്റെ കാര്യങ്ങൾ സങ്കടത്തോട് ചോദിച്ചു. കണ്ടു ഞാൻ എൻ്റെ മോനെ കണ്ടവൻ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്, ഓൻ്റെ രൂപം കണ്ട് നമ്മൾ ഹെൽബ് പൊട്ടി നിന്നു പോയി. മോൻ വിളിച്ചിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ മെസ്സിനുള്ളിൽ പോയടി, ചെമ്പു കണക്കിന് വച്ചു തടക്കണ്, ചെമ്പു കണക്കിന് വച്ചു തട്ടണ കഞ്ഞിയും പിന്നെ കടലയും. ക്യാമ്പിൽ നിന്ന് അത് വേണ്ട. മുക്കുന്നിൻ്റെ വണ്ടയിൽ കണ്ടു കട്ടപ്പുറത്തുള്ള വണ്ടികൾ, സ്റ്റാർട്ട് ചെയ്യുവാൻ ഇപ്പോഴും പിന്നിലാളുകൾ കുറയ്ക്കണം. പാർക്കു കണ്ടു നടന്നു നീങ്ങുമ്പോൾ കണ്ടു ക്യാമ്പിലെ ക്യാൻറ്റീൻ ഞാൻ. ഉത്തപന്നുകൾ, മോഡൻ ബ്രെഡുകൾ, ലോലമായ പൊറോട്ടയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറെയുണ്ട് വിശേഷമേറിനി നേരമായി നിർത്തുമ്പോൾ, സമയം കിട്ടുമ്പോൾ ഒരു ദിനം നിന്നെ കൊണ്ടു നമ്മൾ കാണിക്കാം. കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസായിട്ട് എൻ്റെ മണി